ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി ഖൽഖില്ലാ വഅലാ കുല്ലി വസ്വഹാബ അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഖുലിക വൽ ഖാതിമി ലിമാ സബഖ വന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅലി സ്വലാത്തുൻ തുയസ്സിറു നൂരി. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅലി സ്വലാത്തുൻ തജ്അലു കലാമി മുൽഹമൻ നാഫിഅ. അഖീദയുടെ വിശുദ്ധ ഗ്രന്ഥമായ ശറഉൽ അഖായിദ്, അതിലെ ചർച്ച. വൽ ഈമാനു വൽ ഇസ്ലാമു വാഹിദുൻ. ഈമാൻ കൊണ്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന മുഅ്മിന്, വൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന മുസ്ലിം, ഇത് രണ്ടും വാഹിദ്, ഒന്നാണ്. ലിഅന്നൽ ഇസ്ലാമ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഹുവൽ ഖുളൂഉ വൽ ഇൻഖിയാദു, വിനയം കാട്ടലും, വൽ ഇൻഖിയാദു, കീഴ്പ്പെടലുമാണ്. ബിമഅനാ ഖബൂലുൽ അഹ്കാമി വൽ ഇദ്ആൻ, ഹുക്മുകളെ സ്വീകരിക്കലും, വൽ ഇദ്ആനി, അതിനെ കരുതി വിശ്വസിക്കലുമാണ്. വദാലിക ഹഖീഖത്തു തസ്ദീഖ് അലാ മാ മറ, അതാണ് മാമറ, മുമ്പ് പറഞ്ഞ ആ അഭിപ്രായപ്രകാരം തസ്ദീഖിൻ്റെ ഹഖീഖത്ത്. നമ്മൾ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, തസ്ദീഖ് വേണം. വിക്കിപീഡിയ വായിച്ചുകൊണ്ടോ ചാറ്റ് GPT നോക്കിക്കൊണ്ടോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനായിരുന്നു, ഖുർആൻ ഭരണഘടനയായിരുന്നു എന്നുള്ള വായന, എഴുതിയതിനെ വിശ്വസിക്കൽ എന്താവില്ല, അത് ഈമാനാവില്ല. അതുകൊണ്ട് ഇദ്ആൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹുക്മുകളൊക്കെ സ്വീകരിച്ച് ഇദ്ആൻ ചെയ്യുമ്പോൾ അതാണ് ഇസ്ലാം. അപ്പോൾ അതന്നെ ഈമാൻ എന്ന് ഇതിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായമായ നിലക്ക് അതിനെ അവിടെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇസ്ലാമും ഈമാനും ഒന്നാണ്. അങ്ങനെ ഒന്ന് അമലല്ലേ, ഒന്ന് വിശ്വാസമല്ലേ. ആ അമല് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും വിശ്വാസത്തിൻ്റെ പൂർണ്ണത അമല് കൊണ്ടുമാണ്. തസ്ദീഖിന് പറഞ്ഞൊരർത്ഥം പ്രകാരം ഇസ്ലാമും ഈമാനും ഒന്നാണ്. വൈവൈദുഹു, അതിന് സനദ് ഇത് ഉപോത്ഫലകമായി വരുന്നു. ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ വാക്ക്, ഫഅഖ്റജ്നാ മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈത്തിൽ മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ വീട് അവിടെ കണ്ടിട്ടില്ല. മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരാളെയും, മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരാൾ അവിടുന്ന് എന്ത് ചെയ്തു? അഖ്റജ്ന, നാം മാറ്റി, മൻ കാന ഫീഹാ മിനൽ മുഅ്മിനീൻ, അവിടെ ഉണ്ടായിരുന്ന മുഅ്മിനീങ്ങളൊക്കെ മാറ്റി. ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈത്തിൽ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾപ്പെട്ട വീടല്ലാത്ത നമ്മളവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ് അവിടെ പ്രയോഗം വന്നത്? ഒരേ ഇടത്തു തന്നെ മുസ്ലിം എന്ന് മുഅ്മിൻ എന്ന് പറഞ്ഞു. നമ്മൾ ചെറിയ കിതാബുകളിൽ 10 കിതാബുകളിലൊക്കെ ഇസ്ലാമും ഈമാനും ഒന്നാണ്. ഒരാൾ മുസ്ലിമാണെങ്കിൽ മുഅ്മിനാണ്, മുഅ്മിനാണെങ്കിൽ മുസ്ലിമാണ്. മുസ്ലിം അല്ല എന്നൊരാളെ പറയാൻ പറ്റുകയാണെങ്കിൽ മുഅ്മിൻ എന്ന് പറയാൻ പറ്റില്ല, മുഅ്മിൻ അല്ല എന്നൊരാളെ പറയാൻ പറ്റില്ല, മുസ്ലിം ആകാൻ പറ്റില്ല എന്നൊക്കെ ചെറിയ കിതാബുകൾ പറഞ്ഞതും അവിടെ എല്ലാം ഈ ആയത്താണ് മഹാന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ ആണല്ലോ ആ പ്രയോഗം പറഞ്ഞത്. അതുപ്രകാരം മുഅ്മിൻ, മുസ്ലിം, ഈമാൻ, ഇസ്ലാം എന്നുള്ളത് ഒന്നാണ് എന്ന് നമ്മൾ അടിയുറച്ച് ശക്തമായി വിശ്വസിക്കുന്നു. വബിൽ ജുംല ലാ യസ്ഫിഹു ഫി ശർഇ, ശർഇൽ അനുവദനീയമല്ല, അൻ യുഹ്കമ അലാ അഹദിൻ, ഒരാളുടെ മേൽ വിധിക്കപ്പെടൽ, ബി അന്നഹു മുഅ്മിനുൻ, മുഅ്മിനാണെന്ന് വിധിച്ചു, വലൈസ ബി മുസ്ലിമിൻ, മുസ്ലിം അല്ല, മുഅ്മിനാണ് കേട്ടോ, മുസ്ലിം അല്ല. ഔ, അല്ലെങ്കിൽ മുസ്ലിമുൻ എന്ന് വിധിച്ചു, വലൈസ ബി മുഅ്മിനിൻ, മുഅ്മിനല്ല എന്ന് വിധിക്കാൻ പറ്റൂല. വലാന, ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ബി വഹദതിഹിമ, രണ്ടിനെയും സിംഗിളായി പറയൽ കൊണ്ട്, സിവാഹാദ, ഈ ഒരു മാനയല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഒരാൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഅ്മിനാണ്, ഒരാളെ മുഅ്മിന് എന്ന് പറഞ്ഞാൽ എന്താണത്? മുസ്ലിമുമാണ്. അല്ലാതെ മുസ്ലിം എന്ന് പറഞ്ഞപ്പോൾ മുഅ്മിൻ അല്ലാത്ത, അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം അല്ലാത്ത എന്ന് നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് വലാനഇനി ബി വഹദതിഹിമ സിവാഹാദ. ളാഹിറു കലാമിൽ മശായിഖി, മശായിഖുകളുടെ കലാമിൻ്റെ ളാഹിർ, അന്നഹും മറാദു അദമ തഗായുരിഹിമ, അവർ രണ്ടും ഉദ്ദേശിച്ച അദമു തഗായുറാണ്, പരസ്പരം അതും ഇതും വിഘടിച്ച് നിൽക്കുന്നില്ല.
ഒന്ന് മുസ്ലിമാണോ മുഅ്മിനാണോ മുസ്ലിമാണ്. ബിമഅന അന്നഹു ലാ യൻഫഖു അഹദുഹുമാ അനിൽ ആഖരി, ഒന്ന് മറ്റൊന്നിനെ തൊട്ട് സ്പ്ലിറ്റായി പോകുന്നില്ല. അല്ലാതെ എന്തല്ല ലൽ ഇത്തിഹാദ് ബിഹസബിൽ മഫ്ഹൂമി, ഓരോന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ മഫ്ഹൂമിൽ രണ്ടും ഒന്നാണ് എന്ന് വരുന്നില്ല എന്ന്. അതായത് മുസ്ലിം എന്ന് പറയുമ്പോൾ അതിനൊരു മഫ്ഹൂമുണ്ട്, മുഅ്മിൻ എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ട്, ഒരു മഫ്ഹൂമുണ്ട്. ആ മഫ്ഹൂമിൽ നമുക്ക് കിട്ടുന്ന ഒന്ന് വേറെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരാളെ മുസ്ലിമാന്ന് പറഞ്ഞാൽ മുഅ്മിൻ അല്ലാത്ത എന്നവിടെ വരുന്നില്ല. അതെന്താ? ലിമാ ദുക്ര ഫിൽ കിഫായ മിൻ അന്നൽ ഈമാൻ ഹുവ തസ്ദീഖുല്ലാഹി തആല ഫീമാ അഖ്ബറ, അവൻ പറഞ്ഞതിൽ അള്ളാഹിനെ വാസ്തവമാക്കലാണല്ലോ. മിൻ അവാമിരിഹി, അവൻ്റെ അമ്രുകൾ, വനവാഹീഹി, അവൻ്റെ നഹികളൊക്കെ. വൽ ഇസ്ലാമോ വൽ ഇൻഖിയാദു വൽ ഖുദൂഉ ലി ഉലൂഹിയത്തിഹി, അവൻ്റെ ഇലാഹിയത്തിനക്ക് ഉള്ള കീഴ്പ്പെടലാണ്. വദാത് ലാ തഹഖഖുല്ല ഖബൂലിൽ അംരി വൻ നബി, അമ്രും നഹിയും സ്വീകരിക്കൽ കൊണ്ടല്ലാതെ ഇസ്ലാം ആവില്ല. അല്ലാഹു തആല നിസ്കരിക്കാൻ പറഞ്ഞതിന് നിസ്കരിക്കണം എന്നുള്ള ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാഹു തആല നിസ്കരിക്കാനും ഈമാനും ഉൾക്കൊള്ളാൻ പറഞ്ഞ ഈമാനെ സ്വീകരിച്ചിട്ടേ ഒരാൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഇസ്ലാമായ മുസ്ലിം ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അത് രണ്ടും ഉണ്ട്. ഫല്ലീമാനു ലാ യൻഫഖു അനിൽ ഇസ്ലാമി ഹുക്മൻ, ഹുക്മിൽ ഇസ്ലാമിനെ തൊട്ട് ഈമാൻ എന്തായി പോകുന്നില്ല, മുൻഫക്കായി പോകുന്നില്ല. അപ്പോൾ ഫലാ യതഗായറാനി, അപ്പോൾ രണ്ടും രണ്ടായിട്ട് വിഘടിച്ച് നിൽക്കുന്നില്ല. അപ്പം ഇനി വമൻ അസ്ബത തഗായുറ, അപ്പോൾ ഇസ്ലാമും ഈമാനും ഒന്നാണ് എന്ന് ഇവിടെ പറയണമെങ്കിൽ ഇപ്പോൾ ഒന്നല്ല എന്ന് പറഞ്ഞ ആളുകളോ അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും തരത്തിലൊരു തഗായുർ പറഞ്ഞ പോലുണ്ടല്ലോ, ഓലെന്താണ് പറഞ്ഞത്? വമൻ അസ്ബത തഗായുറ, തഗായുറിന് ഇസ്ബാത്ത് നടത്തിയവൻ, യുഖാലു ലഹു, അപ്പോൾ ആ തഗായുറിനൊക്കെ പറയപ്പെടും മാ ഹുക്കുമു മൻ ആമന വലം മുസ്ലിം. അപ്പോൾ അങ്ങനത്തെ ആളുകളോട് ചോദിക്കുക അങ്ങനെ പറയാം. വമൻ അസ്ബത്ത തഗായുറ, തഗായുർ സ്ഥിരപ്പെടുത്തിയവരോട് യുഖാൽ, അവരോട് പറയപ്പെടും മാ ഹുക്കുമു മൻ ആമന, വിശ്വസിച്ചു വല്ല മുസ്ലിമായിട്ടില്ല. അവ അസ്ലമ, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചു, വല്ല ഇസ്ലാം സ്വീകരിച്ചു മീൻസ് അനുസരിച്ചു എന്ന്. ഇസ്ലാം സ്വീകരിച്ചു വരുമ്പോൾ തന്നെ അതിനെ കലിമ ചൊല്ലിയിട്ടാണല്ലോ, ആ അർത്ഥത്തിനല്ല. ഔ അസ്ലമ, അല്ലെങ്കിൽ എന്ത് ചെയ്തു, അവന് അള്ളാഹുവിന് കീഴ്പ്പെട്ടു, വല മീൻ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഫൈൻ സബത്തിൽ അഹദിയമാ ഹുക്കുമൻ ലേസബി സാബിത്തിൽ ആഖരി, അപ്പോൾ ഒന്നിനൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നിനൊക്കെ ഉണ്ടാവില്ല. പിന്നെ വിശ്വസിക്കുകയും മുസ്ലിമാകുകയും ചെയ്യാത്തവനെ മുഅ്മിനി എന്ന് പറയാം, അപ്പോൾ അവനാരല്ല, മുസ്ലിമല്ല. അല്ലെങ്കിൽ ഇസ്ലാമാക്കുകയും ഈമാനാക്കുകയും ചെയ്യാത്തവന്, അപ്പോൾ അവൻ എന്ത് പറയാം, മുസ്ലിം പറയാം. പക്ഷെ എന്ത് പറയാം, അവൻ മുഅ്മിനി എന്ന് പറയാൻ പറ്റൂല. ഫിഹ വനിഅമ, അത് വലൈസ ബിസാബിത്തിൽ ലിൽ ആഖിരി ഫിഹ വനിഅമ വഇല്ലാ ഫഖദ് ലഹറ ബുത്ലാനു ഖൗലിഹി. അപ്പോൾ അവിടെ ഈ ഭാഗത്ത് ഒന്നുകൂടി റെഡി ആയിട്ട് വായിക്കാം. അപ്പോൾ ഫൈൻ അസ്ബത്ത ലി അഹദിഹിമ, എവിടെ വിശ്വസിച്ചു മുസ്ലിമായില്ല, മുസ്ലിമായി മുഅ്മിനായില്ല. ഇവിടെ പോലും പറഞ്ഞത് പ്രകാരം തഗായുറുണ്ട് എന്ന് പറയണമല്ലോ. അപ്പോൾ ഫൈൻ അസ്ബത്ത ലി അഹദിഹിമ, ആ അഹദിനക്ക് ഇസ്ബാത്ത് ചെയ്തു. അത് മുസ്ലിം ആയോടുത്ത് അവനെ മുസ്ലിം എന്ന് പറഞ്ഞ് മുഅ്മിൻ ആയോടുത്ത് അവനെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു സ്ഥലത്ത് മുസ്ലിം ആയോടുത്ത് അവനെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവിടെ മുഅ്മിനായിട്ടില്ല. ആ മുഅ്മിൻ എന്ന് പറഞ്ഞ കൊടുത്ത് അവിടെ മുഅ്മിൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുസ്ലിം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മളെന്താവില്ല, സമ്മതിക്കില്ല. കാരണം ഖുർആൻ കൊണ്ട് മറ്റേ നിലക്കും നമ്മൾ തഗായുർ ഇല്ലയെന്നും മുസ്ലിമായ ഒരാളെ മുഅ്മിൻ എന്ന് പറയാൻ പറ്റില്ല, മുഅ്മിന അല്ല എന്ന് പറയാൻ പറ്റില്ല, മുഅ്മിൻ എന്നുള്ള ഒരാളെ മുസ്ലിം അല്ലോ എന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവർ തഗായുർ ഉണ്ട് പറയുമ്പോൾ എന്താണ്, രണ്ടും വിഘടിച്ച് നിൽക്കണ്ടേ? അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കും, അതിന് നിങ്ങൾ എന്താ മറുപടി പറയാം? അപ്പോൾ ഫബിഹ വനിഅമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. നമ്മൾ വേറെ സ്ഥലത്ത് ഒരു ഉളു ചെയ്യാതെ തയമ്മും ചെയ്തുകൊണ്ട് ആ റുഖ്സ പിടിച്ചാൽ അത് ഉഷാറായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു മസ്അല ചെറിയ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുപോലത്തെ ഒരു പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. ഫബിഹ വനിമ. ഫബിഹ വനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളോട് ഈ ചോദിച്ച ആ ചോദ്യത്തിൽ ഞങ്ങൾ എതിര് ചോദിച്ച ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് ഉള്ള മറുപടി ഞങ്ങൾ ആ ഇൻകാർ ചെയ്ത് ചോദിച്ചതുപോലെ തന്നെയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഫൈലാവക്കത് വഹറ ബുത്തിലാനു കൗലിഹി, നിങ്ങളുടെ കൗലിൻ്റെ ബുത്തിലാൻ എന്ത് ചെയ്യും, അവിടെ വെളിവാകും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ വാദം എന്താണ്, തെറ്റാണ്. തഗായുറുണ്ട് എന്താക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ തഗായുറില്ല എന്ന് തന്നെ എന്തെങ്കിലും പറയേണ്ടി വരും. തഗായുറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വാക്ക് ബാത്തിലാണ്. കാരണം മുസ്ലിമായ ഒരാളെ മുഅ്മിനല്ല എന്ന് എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. ഒന്നുകിൽ മുസ്ലിമല്ല എന്ന് പറഞ്ഞാൽ മുഅ്മിനുമല്ല, മുഅ്മിനല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, മുസ്ലിമുമല്ല. ഏതോ ഒന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എന്താവില്ല, നിങ്ങളുടെ വാദം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചർച്ച, ഫൈൻ ഖീല ചോദിക്കപ്പെട്ടാൽ, ഖൗലുഹു തആല അല്ലാഹുവിൻ്റെ ഖൗല്, ഖാലത്തിൽ ഇറാബു ആമന്ന, ഇറാബ് പറഞ്ഞു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കൊടുക്കും, കുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, മുസ്ലിമായിട്ടില്ല, നിങ്ങൾ മുഅ്മിനായിട്ടില്ല, നിങ്ങൾ മുസ്ലിമായി എന്ന് പറഞ്ഞോളി. സൂറത്തുൽ ഹുജറാത്തിൽ. അപ്പോൾ സ്വരീം ഫി തഹഖുഖിൽ ഇസ്ലാം ബിദൂനിൽ ഈമാൻ ഉണ്ടോ. ഈ മുഅ്മിന് ആയി നിങ്ങൾ പറയണ്ട, നിങ്ങൾ അസ്ലംന എന്ന് നിങ്ങൾ പറഞ്ഞോളി എന്ന് അല്ലാഹു അവരോട് പറഞ്ഞപ്പോൾ ഇത് വ്യക്തമാണ്, ഈമാൻ അല്ലാതെ ഇസ്ലാം ഉണ്ടാകുമെന്ന് ഒരു ഖീല വന്നു. അപ്പോൾ ഖുൽന, നിങ്ങൾ ഈ ആയത്ത് വെച്ചിട്ട് ഈമാനും ഇസ്ലാമും രണ്ടാണ്, അത് തഗായുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഖുൽന നമ്മൾ പറയാൽ മുറാദ് ബിഹി, ഇതുകൊണ്ടുള്ള മുറാദ് അന്നൽ ഇസ്ലാമൽ മുഅ്തബറ ഫി ശർഇ, ശർഇൽ മുഅ്തബറായ ഈമാൻ ഉണ്ടല്ലോ, അതിലാ യൂജദു ബിദൂനിൽ ഈമാൻ, എന്താവില്ല, ഈമാനെ കൂടാതെ എന്താവില്ല, കിട്ടൂല. വഹുവ ഫിൽ ആയത്തി ബിമാനൽ ഇൻഖിയാദുൽ ളാഹിരി മിൻ ഗൈരി ഇൻഖിയാദിൽ ബാത്തിനി, ആന്തരികമായ ഉൾപ്രേരകവും കീഴ്പ്പെടലുമില്ലാതെ ബാഹ്യമായ വശങ്ങളിൽ നിന്നും നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈമാൻ, അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഇസ്ലാം എന്നാണ്. ഇസ്ലാമിൽ മുഅ്തബറായ ഈമാനും ഇസ്ലാമും ഇപ്പം എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ്. ബി മൻസിലത്തിൽ മുത്തലഫിൽ ബി കലിമത്തി ഷഹാദ, അതേതുപോലെ ഷമഹാദ് ഉച്ചരിക്കുന്നുണ്ട്. മിൻ ഗൈരി തസ്ദീഖിൻ ഫി ബാബിൽ ഈമാൻ, ഈമാൻ്റെ ബാബിൽ പറഞ്ഞ ആ തസ്ദീഖുണ്ട്, ആ തസ്ദീഖ് ഇവിടെ അല്ലാതെ എന്ത് ചെയ്തു, പിന്നെ ജവാരിഹുകൾ കൊണ്ട് മാത്രമുള്ള ഒരു കലിമ പറഞ്ഞത് കൊണ്ട് എന്താവില്ല, മുഅ്മിനി എന്ന് പറയില്ല. അപ്പോൾ ശർഇൽ മുഅ്തബറായ ഈമാനാണോ, മുസ്ലിമായിരിക്കും. ശർഇൽ മുഅ്തബറായ മുസ്ലിമാണോ, അവൻ ആരായിരിക്കും, മുഅ്മിനുമായിരിക്കും, അവൻ ഈമാനും ഉണ്ടാകും. അപ്പോൾ അടുത്ത ചോദ്യം, ഫൈൻ ഖീല ഖൗലുഹു അലൈഹിസ്സലാത്തു വസ്സലാം അൽ ഇസ്ലാമു അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വതുഖീമ സ്വലാ വതുതിയ സക്കാ വതസൂമ റമളാന വതഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഈ വാക്ക് ദലീലുൻ അലാ അന്നൽ ഇസ്ലാം വൽ അഅ്മാലു ലതസ്ദീഖുൽ ഖൽബിയ്യു. കാരണം ജിബ്രീൽ വന്നിട്ട് ചോദിച്ചപ്പോൾ ഈമാൻ ഇസ്ലാം ഇഹ്സാനും മൂന്നും ചോദിച്ചു. പല സന്ദർഭങ്ങളിൽ നബിതങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ഇപ്പോൾ നബിതങ്ങൾ പറഞ്ഞ ഈമാനിൽ മൊത്തം ആക്ടിവിറ്റീസാണ് അല്ലേ. പിന്നെ നിസ്കരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക, അതൊരു ആക്ടിവിറ്റിയാണല്ലോ. നിസ്കാരം അതൊക്കെ ആക്ടിവിറ്റിയാണല്ലോ. അപ്പോൾ ഇതാണല്ലോ നബിതങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞത്, അല്ലാതെ ഹൃദയം കൊണ്ടുള്ള വാസ്തവമാക്കലല്ലോ എന്ന് പറഞ്ഞാൽ കൊല്ല നമ്മളൽ മുറാദ്, അവിടെ ഉദ്ദേശം അന്ന സമറാത്തിൽ ഇസ്ലാമി വ അലാമത്തിഹി ദാലിക, ഇസ്ലാമിൻ്റെയും ഈ ഇസ്ലാമിൻ്റെ ഫലങ്ങളും അതിൻ്റെ അടയാളങ്ങളൊക്കെ ദാലിക, അത് പിന്നെ ഒരാൾ മുസ്ലിമായി എന്ന് അവിടെ പറയണമെങ്കിൽ മുസ്ലിമായിക്കണേ. ഇപ്പം അതിൻ്റെ സമറാത്ത്, അതിൻ്റെ ഫലങ്ങൾ എന്താ, അതിൻ്റെ റിസൾട്ട് ഇപ്പം എന്താ, അതിൻ്റെ അടയാളങ്ങൾ എന്താ, അത് പിന്നെ ഇതൊക്കെ തന്നെയാണ്. നിസ്കാരം നിലനിർത്തുക, ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. നോമ്പ് വെക്കുക എന്നുള്ള മുസ്ലിമായി, അതായത് മുഅ്മിനായി എന്നതിൻ്റെ അടയാളമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ ഹൈന്ദവനായി ജീവിച്ച ഒരാൾ പിറ്റേന്ന് എന്ത് ചെയ്തു, ജുമുഅക്ക് പള്ളിയിൽ വരുന്നുണ്ട്, നോമ്പ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ആയി, മുസ്ലിമാണെന്നതിൻ്റെ അടയാള. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നു, കൂടുതൽ പിന്നെ മുസ്ലിങ്ങളൊന്നും അല്ലാത്ത മലപ്പുറം കോഴിക്കോടും ജില്ലയൊന്നും അല്ലാത്ത കുറച്ച് ദൂരെ എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ ചെന്നു,